ഐക്യു എന്ന ബ്രാൻഡിന്റെ ഐക്യു Z9 ലൈറ്റ് 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 10,500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഐക്യുവിന്റെ ഏറ്റവും വില കുറഞ്ഞ 5G ഫോണാണ് ഈ ഒരു ഫോൺ. എന്തായാലും ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഐക്യു Z9 ലൈറ്റ് 5G എന്ന ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. നമ്മൾ ആദ്യം എടുത്തു വരേണ്ട ചില ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ IP64 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു IP റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് തന്നെ നല്ല കാര്യമാണ്. അപ്പോഴാണ് ഇതിൽ IP64 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നത്. അത് നല്ലൊരു IP റേറ്റിംഗ് തന്നെയാണ്. അപ്പം അത് എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ നമുക്ക് ഉൾപ്പെടുത്താം. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് MediaTek Dimensity 6300 എന്ന പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ തന്നെയാണ്. അപ്പം മികച്ചൊരു പ്രോസസ്സറും ഇതിൽ വരുന്നുണ്ട്. അപ്പം ഇത് രണ്ടുമാണ് എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ബാക്കി ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ 5G സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 8ഓളം 5G ബാൻഡ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണിന്റെ ബേസ് വേരിയന്റിൽ 4GB RAM 128GB ഇന്റേണലാണ് വരുന്നത്. 6GB RAM 128GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR4X റാമും eMMC 5.1 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ UFS 2.2 സ്റ്റോറേജ് ടൈപ്പ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് സിം സ്ലോട്ട് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതായത് മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എക്സ്റ്റെൻഡഡ് റാം എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് റാം ആയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 6GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ സിംഗിൾ സ്പീക്കർ ഈ ഫോണിൽ വരുന്നുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. എന്നാലും സിംഗിൾ സ്പീക്കറേ ഉള്ളൂ എന്നുള്ളത് വലിയൊരു കംപ്ലൈന്റ് ആയിട്ട് പറയാനും പറ്റില്ല. പിന്നെ 3.5 മോഡി ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 14 ബേസ് ആയിട്ടുള്ള ഫോൺ ടച്ച് OS സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. 2 കൊല്ലത്തെ OS അപ്ഡേറ്റും 3 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് നല്ല അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 185 ഗ്രാം ആണ്. തിക്നെസ് വരുന്നത് 8.3 mm ആണ്. പിന്നെ ഈ ഫോണിന്റെ അക്വ ഫ്ലോ അതുപോലെ തന്നെ മോച്ച ബ്രൗൺ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പൊ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50 മെഗാ പിക്സലിന്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. 2 മെഗാ പിക്സലിന്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഒരു ഡെപ്ത് സെൻസറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നില്ല. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന 5G ഫോണാണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ അതൊരു പ്രശ്നമായിട്ട് പറയാനും പറ്റില്ല. പിന്നെ ഫ്രണ്ടിൽ 8 മെഗാ പിക്സലിന്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. അപ്പം ഓൺ പേപ്പർ തരക്കേടില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അത്ര മികച്ചത് എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. അത് തരക്കേടില്ലാത്തൊരു ചാർജിങ് സ്പീഡാണ്. 15 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്തൊരു ചാർജിംഗ് സ്പീഡാണ്. എന്നാലും 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പിന്നെ ടൈപ്പ് C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ബാറ്ററി സെറ്റപ്പ് അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. തരക്കേടില്ലാത്ത ആവറേജ് ബാറ്ററി സെറ്റപ്പ് എന്ന് പറയാവുന്നതാണ്. ഇനി ഡിസ്പ്ലേയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 6.56 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം HD റെസൊല്യൂഷനെ ഇതിൽ വരുന്നുള്ളൂ. ഫുൾ HD റെസൊല്യൂഷൻ വരുന്നില്ല. ഇപ്പം 10,000 രൂപയ്ക്ക് മുകളിൽ വരുന്ന ഒരു ഫോണിലൊക്കെ നമ്മൾ ഫുൾ HD റെസൊല്യൂഷൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഫോണിൽ അത് മിസ്സിംഗ് ആണ്. അപ്പം അത് കുറച്ച് ഡിസപ്പോയിന്റിംഗ് ആയി എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പഞ്ച്വൽ ഡിസൈൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതും കുറച്ച് ഡിസപ്പോയിന്റിംഗ് ആയി എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ 90 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 840 nits ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ അത്ര മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സ് എന്ന് പറയാൻ പറ്റില്ല. ഫുൾ HD റെസൊല്യൂഷനും വരുന്നില്ല. അതുപോലെ തന്നെ പഞ്ച്വൽ ഡിസൈനും ഇതിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 4GB RAM വെർഷന്റെ വില വരുന്നത് 10,499 രൂപയാണ്. അതുപോലെ തന്നെ 6GB RAM വെർഷന്റെ വില വരുന്നത് 11,499 രൂപയാണ്. ജൂലൈ 20 മുതലാണ് ഈ ഫോണിന്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ICICIയുടെ അതുപോലെ തന്നെ HDFCയുടെ ഒക്കെ കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 500 രൂപയുടെ ഓഫും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഐക്യൂടെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ആണോ എന്ന് വെച്ചാൽ അങ്ങനെ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. തരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറും നല്ലൊരു IP റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഫീച്ചേഴ്സ് അത്ര മികച്ചത് എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒന്നല്ല വരുന്നത്. അതുപോലെ തന്നെ ബാറ്ററി സെറ്റപ്പും അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. തരക്കേടില്ലാത്ത ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ കോമ്പറ്റീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലും കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ
പോക്കോ M6 Pro 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അതിലാണെങ്കിൽ ഫുൾ HD റെസൊല്യൂഷനും പഞ്ച്വൽ ഡിസൈനും അത്യാവശ്യം നല്ലൊരു പ്രോസസറും തിരക്കില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷനും ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ചാർജിംഗ് സ്പീഡൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ മോട്ടറോളയുടെ G34 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അതിലും HD റെസൊല്യൂഷൻ തന്നെയാണ് വരുന്നത്, പക്ഷേ പഞ്ച്വൽ ഡിസൈനും 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സ്നാപ്ഡ്രാഗണിന്റെ 695 എന്ന അത്യാവശ്യം നല്ലൊരു പ്രോസസറും കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനും അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഇന്ത്യൻ മാർക്കറ്റിൽ 10,500 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ വിവോ T3 Lite 5G എന്നൊരു ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫോണിന്റെ ഒരു റീബ്രാൻഡഡ് വെർഷൻ ആണ് ഈ ഒരു iQOO Z9 Lite 5G എന്ന ഫോൺ. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു 5G ഫോൺ ആണ് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും നിങ്ങൾക്ക് iQOOയുടെ ഒരു സ്മാർട്ട് ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാം, അത്രേ ഉള്ളൂ. എന്തായാലും iQOO Z9 Lite 5G എന്ന ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.